ശ്രീമതി ശ്രീലക്ഷ്മി സതീഷ്, ഇവിടെ ഇപ്പോൾ നികുതി ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണെങ്കിലും അതിന്റെ പണം അത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെടുന്നു എന്നതാണ് പി ദിവ്യ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. നമുക്കറിയാം, കുടുംബശ്രീക്ക് 260 കോടി നീക്കിവെക്കുന്നു, അംഗൻവാടി ജീവനക്കാർക്കായി ഇൻഷുറൻസ് പദ്ധതി, മറ്റ് സമസ്ത മേഖലകളെയും പ്രതിപാദിക്കുന്ന അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രമിച്ചിരിക്കുന്ന ഒരു ബജറ്റാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് സ്വാഗതാർഹവും സ്വീകാര്യവുമാകേണ്ടതല്ലേ? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞ കുറെ പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ്സിന്റെ ഒക്കെ ബാക്കി മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ബജറ്റില് സാധാരണ ജനങ്ങൾക്ക്, ഞാനൊരു സാധാരണ സിറ്റിസൺ ആണ്, സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് മാമിന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ശരിക്കുമുള്ള റിയാലിറ്റി. കാരണം എന്താ വെച്ചാൽ നേരത്തെ മാം പറഞ്ഞു പെട്രോൾ യൂസ് ചെയ്യുന്നത് സാധാരണക്കാരല്ല. ഞാനൊരു സാധാരണക്കാരിയാണ്, ഞാൻ 2 വീലറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ 2 ദിവസം കൂടുമ്പോഴും പെട്രോൾ അടിക്കുന്ന ആളാണ്. അപ്പൊ ആ സെസ് എന്നെയല്ലേ ബാധിക്കുന്നത്? അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിലുള്ള കാശാണ്, ഈ പോക്കറ്റിലേക്ക് കാശ് പോകുന്നത് മാത്രമേ ഉള്ളൂ, വരുന്നില്ല. അതായത് കഴിഞ്ഞ വർഷം എനിക്ക് ടൈഫോയിഡ് ആയതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി, ഇപ്രാവശ്യം ഞാൻ തകർക്കും എന്ന് പറയുന്ന രീതിയിലാണ് ഈ ബജറ്റ് വന്നിട്ടുള്ളത്. അതിന് ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ക്യാൻസർ സെന്റേഴ്സ് കഴിഞ്ഞ വർഷവും ഡിസ്കഷന് വന്നിട്ടുള്ളതാണ്. എല്ലാ ജില്ലകളിലും ഒരു ക്യാൻസർ സെന്റർ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിലൊക്കെ സംസാരിച്ചിരുന്നത്. അത് എവിടെയും നമ്മൾ നടന്നു കണ്ടില്ല. ഈ കേരളത്തിൽ RCC മാത്രം മതിയോ ക്യാൻസർ സെന്റർ ആയിട്ട്? അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൂട്ടിയതായിട്ട് പറയുന്നില്ല. ഓരോ ദിവസം വിലക്കയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടേതും കൂട്ടേണ്ടതല്ലേ? അപ്പൊ ഒരു ആൾക്ക് നമ്മൾ 5 രൂപ കൊടുക്കുമ്പോൾ അത് അയാൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. ആ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അതിന് വാല്യൂ ഉള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയണം. വിലക്കയറ്റം ഇത്രയും രൂക്ഷമായ സ്ഥിതിക്ക് അത് പോസിബിൾ അല്ല. പിന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. വിലക്കയറ്റം എങ്ങനെ നിയന്ത്രിക്കും എന്നാണ് പറയുന്നത്? എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നത്? അതിന് വ്യക്തമായൊരു ഉത്തരവില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് വണ്ടികളുടെ വില കൂടുന്നത്, ബൈക്ക് ഉപയോഗിക്കുന്നത് മിക്കവാറും സാധാരണക്കാരാണ്. കാശുള്ളവനാരും 2 വീലർ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. ബൈക്കിന് വില കൂടാണ്. അപ്പൊ അതും നെഞ്ചത്തടിക്കുന്നതും വയറ്റത്തടിക്കുന്നതും സാധാരണക്കാരന്റെ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിയിട്ട്, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ചു വന്ന ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന ഞാനും. പക്ഷെ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറച്ച് കാർട്ടൂണുകൾ വരച്ചു വെച്ചത് കൊണ്ടോ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തത് കൊണ്ടോ മാത്രം അതിന്റെ നിലവാരം ഉയരുന്നുണ്ടോ എന്നുള്ളതിന്റെ ചർച്ച ഇതുവരെ നടക്കാറില്ല. അപ്പോ പിന്നെ മാത്രമല്ല മെഡിക്കൽ വിഭാഗത്തിന് കരുതി വെച്ചു എന്ന് പറഞ്ഞു. ഈ മെഡിക്കൽ വിഭാഗത്തിന് കരുതി വെച്ച സർക്കാർ ഹോസ്പിറ്റലുകളിൽ നമ്മൾ കയറി ഇറങ്ങുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. അത്രത്തോളം RCC ഒക്കെ അത്ര ഡെവലപ്ഡ് ആണെങ്കിൽ എന്തിനാണ് നമ്മുടെ നേതാക്കന്മാർ ദൂരേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ചികിത്സയ്ക്ക് പോകുന്നത്? അത്ര നല്ല RCC ആണെങ്കിൽ ഇവിടെ തന്നെ പോയാൽ പോരെ? അപ്പൊ അവിടെയും ഈ പറയുന്ന വാഗ്ദാനങ്ങളിൽ മുങ്ങി നിൽക്കുന്ന വെറും ഒരു പ്രഹസനം മാത്രമാണ് ബജറ്റിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് കുറ്റപ്പെടുത്തുന്നത്.